തരൂർ പാർട്ടിക്ക് വിധേയനാവുകയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് വയനാട്ടിൽ നടന്നത്. പ്രവർത്തന കലണ്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ജനുവരി 19 രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന മെഗാ പഞ്ചായത്തും ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFന്റെ സംസ്ഥാന ജാഥയും നടക്കും എന്നടക്കമുള്ള തീരുമാനങ്ങൾ കൂടിയുണ്ട്. അമൽ, എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പരിപാടികൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വയനാട് ക്യാമ്പിൽ? രതീഷ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എടുത്തുകൊണ്ട് വരാനിരിക്കുന്ന 2 മാസക്കാലത്തേക്ക് വിപുലമായ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്, പരിപാടികൾ പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ്. അതിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 2 ദിവസങ്ങളിലായി ആ പ്രക്ഷോഭം ഉണ്ടാകും. ശബരിമല വിഷയം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ SIR അടക്കമുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് പ്രതിപക്ഷ കേരള യാത്രയാണ്. കേരള യാത്ര ഫെബ്രുവരി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. 5 എന്നുള്ള തീയതിയാണ് ആദ്യം ആലോചിച്ചിരുന്നതെങ്കിൽ പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാവാം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഈ കലണ്ടറിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ജനുവരി 19 രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. മെഗാ പഞ്ചായത്ത് എന്നാണ് പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജനുവരി 13, 14 തീയതികളിൽ തൊഴിലുറപ്പ് പദ്ധതി വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ സമരം 2 ദിവസങ്ങളിലായി നടക്കും. ജനുവരി 23 ശബരിമല വിഷയത്തിൽ നിയമസഭാ മാർച്ച്, അതേ ദിവസം തന്നെ അവശേഷിക്കുന്ന 13 ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിരിക്കുന്നു. ജനുവരി 10 ബൂത്ത് തല ക്യാമ്പ് അടക്കമുള്ള പരിപാടികളും സംഘടനാ പരിപാടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SIRമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിലുള്ള ആശങ്ക പരിഹരിക്കാനും വോട്ടർമാർ പട്ടികയിൽ നിന്നും ഒഴിവാകാതിരിക്കുന്നതിനുമായുള്ള ഭവന സന്ദർശന പ്രതിഷേധ പരിപാടികൾക്കുമൊക്കെ ആസൂത്രണം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അമലാണ് വിവരങ്ങൾ നൽകിയത്.